വാചാലനാണ് എന്ന് പറയുന്ന നല്ലതോ ചീത്തയായ ഒരു ട്രേറ്റിനുള്ള ഉടമയാണ് ഞാൻ. എൻ്റെ വാചാലതയ്ക്ക് ആ ട്രേറ്റിന് ചങ്ങലകളിരിക്കുക ഒന്നും അവിടെ നിൽക്കുമ്പോഴും നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ വല്ലാത്തൊരു ലോക്ക് എന്നത് എന്നപ്പോൾ നമ്മൾ ദിവസം കഴിച്ച് വർഷത്തിലൊരു ദിവസം മാത്രം ലഭിക്കുന്ന ഈ സൗഭാഗ്യം 1997 ഇലക്ഷനോടുകൂടി ഫസ്റ്റ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇതുപോലൊരു വേദിയിൽ നിന്ന് അതാദ്യമായിരുന്നു എന്നാണ് ഓർമ്മ. അതിനുശേഷം എനിക്ക് ഈ വേദി കൈമോശം വന്നതാണ്. അതും ഈ കൂട്ടിനൊരു വലിയ കാരണമാണ്. ഇപ്പോൾ വർത്താനം പറയാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ സമൂഹത്തിലെ ഒരു വലിയ പരിച്ഛേദത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുക, അവിടെ പല പ്രതിഷ്ഠാ സ്ഥാനം ലഭിക്കുക, ഇതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളോ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ല. എല്ലാവർക്കും അത് ലഭ്യമാണ്. സിനിമയായാലും അതിനു മുമ്പ് നാടക ലോകമായാലും അങ്ങനെയുള്ള വലിയ ഖ്യാതികൾക്ക് രംഗമൊരുക്കിയിട്ടുണ്ട്. ഏറ്റവും ചെറുതെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ച പല തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ തലങ്ങളിലെല്ലാം എത്തുന്നതിന് എൻ്റെ കൂടെ വർദ്ധിച്ച സിനിമ മേഖലയിലെത്താൻ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ അത് അഭിനയകല മാത്രമല്ല, ചായയൊക്കെ കൊണ്ടു തന്ന ഉള്ളൊരടക്കം കഴിച്ച ഭക്ഷണപാത്രം തേച്ച് കഴുകി അടുത്ത് ഒരു വിളമ്പലിന് വേണ്ടി ഒരുക്കി വെച്ച ഒരുപാട് പേരുണ്ട്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ in the making, personal creative. എൻ്റെ കാര്യത്തിൽ എൻ്റെ സ്കൂൾ അധ്യയന കാലം തുടങ്ങി എൻ്റെ ഗുരുക്കന്മാരെല്ലാം എൻ്റെ ഹൃദയത്തിലൊരുക്കിയ അന്തരീക്ഷം, നല്ല സുഹൃത്തുക്കളുടെ അന്തരീക്ഷം. ഞാൻ പഠിച്ചു വളർന്ന കാലത്ത് ജീവിച്ചിരുന്ന കൊല്ലത്തെ ആ ഗ്രാമത്തിലെ നിഷ്കളങ്കതയും അവിടുത്തെ ഒരുപക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റാനുള്ള വേദിയായി മാത്രം സൗഹൃദം വളരെ മലീമസപ്പെട്ട് കിടക്കുന്ന കാലത്തിന് ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരു വലിയ വളർച്ചയ്ക്ക് മാത്രം മുതലുന്ന അന്തരീക്ഷം ഒരുക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ. ഇത് തന്നെ കോളേജ് അധ്യയന കാലത്തും ഇതേ അവസ്ഥ തുടർന്നതിൻ്റെ പേരിൽ സിനിമയിലെത്തുമ്പോൾ ഞാൻ എന്ന വ്യക്തിയെ ഈ സമൂഹത്തിന് വേണ്ടി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരുക്കി തീർത്ത ഒരു വലിയ സമൂഹം. ഞാൻ ഗുരുക്കന്മാരെ പറഞ്ഞു, എന്നെ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ച അച്ഛനെ അമ്മയും ഒന്നും മറന്നുകൊണ്ടാണ്. അവർക്ക് പ്രഥമ സ്ഥാനമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് വലിയ സ്ഥാനം, ദൈവതുല്യ സ്ഥാനം. ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനം എന്ന് പറയുന്നതിന്
സിനിമയിൽ നിന്ന് നെയ്ത് കോർത്തൊക്കെ എടുക്കാൻ സാധിച്ച ഒരു ബിഗ് പേഴ്സൺ. അത് തന്നെ എനിക്ക് എന്നെ വിശ്വസിച്ച എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി. അവൾക്കത് നൽകാൻ സാധിച്ചു. എൻ്റെ നേട്ടങ്ങളുടെ എല്ലാം തിളക്കം എനിക്ക് അവളെനിക്ക് സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്ക് ചാർത്തി നൽകാൻ സാധിച്ചു. ഇതെല്ലാം എൻ്റെ ഡെലിവറൻസിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. പക്ഷെ ആ ഡെലിവറൻസിനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എനിക്ക് എന്നെ എത്തിച്ച് ഞാനെന്ന വ്യക്തിയെ നിലനിൽത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ കാലഘട്ടങ്ങൾ നോക്കിയാൽ തന്നെ സിനിമയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴമൊന്നും അളക്കാൻ പറ്റാത്തത്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഞാൻ വിരിഞ്ഞു വന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ക്യാരിയർ എനിക്ക് സമൂഹം ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വിരിയുവാൻ സാധിച്ചെങ്കിൽ ഞാനിവിടെ നിന്ന് ആദ്യം ഓർക്കേണ്ടത് എൻ്റെ ഒരുപാട് തല്ലു വാങ്ങിയിട്ടുണ്ട്. എൻ്റെ എമർജൻസിന് വേണ്ടി, എൻ്റെ കഥാപാത്രങ്ങളുടെ എമർജൻസിന് വേണ്ടി എൻ്റെ ഒപ്പം എൻ്റെ ശക്തി വലിയ ശക്തിയായി തീർക്കുന്നതിന് വേണ്ടി എതിർവശത്ത് നിന്ന് ഒരുപാട് കലാകാരന്മാർ. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും സോമേട്ടനായാലും, രാജൻ പി ദേവ്, NF നരേന്ദ്ര പ്രസാദ്, ഇവരുടെ എല്ലാം തുടക്ക കാലത്തിന് ബന്ധം ഉറപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിന് 92 ആഗ്രഹിക്കുകയും ഒരു പ്രവർത്തകനേറ്റ അവമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംഗമം വേണം എന്ന് അപേക്ഷിക്കുകയും അന്ന് ആ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടെങ്കിൽ 94 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ വേദി ഒരുങ്ങുകയായിരുന്നു. ശക്തമായി തുടക്കത്തോടെ ഒരുങ്ങുകയായിരുന്നു. ആ വേദിയുടെ പേര് അമ്മ. കഥാപാത്രത്തിന് ആലേഖനം ചെയ്യപ്പെടുന്ന ജനങ്ങളെ ത്രസിപ്പിക്കുകയോ രസിപ്പിക്കുകയോ ആനന്ദിപ്പിക്കുകയോ ഒരുപക്ഷെ ബൈബിളിൽ എന്ന് പറയുന്നത് പെർഗറ്ററി എന്നാണ്. അതികഠിനമായ വേദനയിലൂടെ സഞ്ചരിപ്പിച്ച് പെട്ടെന്നൊരു നല്ല കുളിര് പകർന്ന് നൽകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിവിടുന്ന അനുഭവം എന്ന നിലയ്ക്ക് വേദന നിറഞ്ഞ പശ്ചാത്തലങ്ങളിലുള്ള സിനിമ അടക്കം ജനങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങളുടെ വ്യക്തികളുടെ ഒരു മെനഞ്ഞെടുക്കലിന് പോലും സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്രമാത്രം അത് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നിടത്താണ് ഒരുപക്ഷെ എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ബലം എനിക്ക് പകർന്നു നൽകുന്നതിന് കാരണമായിട്ടുള്ളത്. അതൊരു വലിയൊരു എലമെൻ്റാണ് കാക്കി എന്ന് പറയുന്നത്. ആ കാക്കിയെ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആദരവോടെ ഓർക്കുകയാണ്. അങ്ങനെ എണ്ണി ഒരു പ്രസംഗത്തിന് ഒരു റെഫറൻസിന് ഒരു ലിസ്റ്റ് വെച്ച് പറയേണ്ട വലിയൊരു ലിസ്റ്റ് കൂടെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ആദ്യമായിട്ട് സഹകരിക്കുകയല്ല, പെരുമാറാൻ നിന്ന് ബഡിങ് സൂപ്പർ സ്റ്റാറായിരുന്നു ശ്രീ മോഹൻലാൽ. ഇപ്പോഴത്തെ അധ്യക്ഷൻ മിക്കവാറും തൊട്ടടുത്ത് എനിക്ക് മുറി ഉണ്ടായിരുന്നെങ്കിൽ പോലും മിക്ക ദിവസവും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരുന്നു ഉറക്കവും കാര്യങ്ങളുമൊക്കെ. അദ്ദേഹത്തിൻ്റെ അതിനുശേഷം പിന്നെ കുറച്ച് കൂടുതലായിട്ടെടുത്ത നമുക്കായാലും ശരി, വിജയരാഘവൻ, സിദ്ദീഖ്, മോഹൻ
ജോസ്. ഇവരുടെ എല്ലാം കൂട്ടുകൾ എനിക്ക് അന്നത്തെ കാലത്ത് ഞാൻ ചെയ്യുന്ന സിനിമകളിലെല്ലാം അധികമായിട്ട് ലഭിച്ചതിൽ നിന്നൊന്ന് ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്ന തോന്നലിൽ നിന്ന് നമ്മയിലെ എനിക്ക് തോന്നുന്നു ഡയറക്ടോ ഇൻഡയറക്റ്റ് വലിയ ഒരു കുടുംബ മഹിമ എൻ്റെ കൂടെ വന്ന് ചേരുന്നത് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ സംഗമത്തിൽ കാണുന്നത്. വളരെ സന്തോഷത്തോടെ ഈ 97 ശേഷം 2024 വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ അസുലഭ ഭാഗ്യം ഈ കൂട്ടത്തിൽ മൺമറഞ്ഞു പോയവരായാലും ശരിയെന്ന് എന്നിവിടെ ആനന്ദിക്കുന്നു. ഈ വേദിയിൽ ആനന്ദിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കണക്കെടുത്തോളൂ. ഈ അസുലഭ സൗഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാനിവിടെ വന്ന് ഈ വർത്തമാനം പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്, ആഗ്രഹമുണ്ട്. എന്നെ ഞാനാക്കിയത് അമ്മ മാറ്റാമെന്ന് ആദ്യം പറയും. ഒരു മാതൃ സംഘടനാ രൂപം മാറ്റാമെന്ന് ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, ഫിലിം ചെയ്യുന്നത് വളരെ ഞാൻ ഓർക്കുന്നത് ഇന്നസെന്റ് ഓർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഞാനിപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് രജിസ്റ്റർ ആയിട്ടില്ല. വളരെ തമാശ രൂപത്തിലൊക്കെ വളരെ ഗഹനമായ ഒരുപക്ഷെ സമൂഹം വളരെ മോശപ്പെട്ട രീതിയിൽ വിമർശിച്ചതിൽ പോലും വലിയ സ്ഫോടനങ്ങളൊക്കെ ഒരു ഏറുപടക്കത്തിൻ്റെ പോലും ഫലമുണ്ടാക്കാത്ത തരത്തിൽ ആ ശബ്ദത്തെ മുഴുവൻ അടിച്ചു നിർത്തി രസം പകർന്ന് അമ്മയുടെ നാഥനായിരുന്നു ശ്രീനിവാസൻ. അതുപോലെ ആർക്കെങ്കിലും ആവാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എനിക്കതിൽ അങ്ങനൊരു ആത്മാവാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നിശ്ചയമുണ്ടെങ്കിൽ അതാരെയും താഴ്ത്തിക്കെട്ടാണ്. എല്ലാവർക്കും അവരവരെ മാത്രമേ സാധിക്കൂ. അപൂർണമായ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നസെന്റ് ഈ സംഘടനയെ നയിക്കുന്ന ഒരു ഭാരവാഹി ഉത്തമമായ ഒരു പാഠപുസ്തകമായിരിക്കണേ എന്ന് മാത്രം പുതുതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന എല്ലാ ഭാരവാഹികൾക്കും ഒരു അപേക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയെ നമ്മൾ ഇനി അങ്ങോട്ട് 3 വർഷങ്ങളിലൂടെയല്ല, ഇനി അങ്ങോട്ട് തലമുറകൾ കൈമാറി നമ്മളൊക്കെ ചിലപ്പോൾ പ്രതിഭകളായി അവശേഷിക്കുന്ന വളരെ 100 വർഷം കഴിഞ്ഞ് ഇതൊരു മ്യൂസിയമായിരിക്കും, ഇന്ത്യൻ സിനിമയുടെ മ്യൂസിയമായിരിക്കണമെന്ന് പ്രാർത്ഥനയോട് മാത്രം തന്ന സ്നേഹം ആവേശത്തിൽ ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിച്ചു, നെഞ്ചത്ത് വീണു. I now believe, very strongly believe, I am the most blessed and the most blessed. Thank you for your blessings. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.